നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഗെയിമിനുള്ളിലാണ് എന്ന് സങ്കല്പിക്കുക. എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു ഗെയിമാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഈ ഗെയിമിൽ കുറച്ച് ആളുകൾക്ക് കുറച്ച് എക്സ്ട്രാ ഹെൽത്ത് ഉണ്ടാവും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വെപ്പൺസ് യൂസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത പല ഷോർട്ട് കട്ടുകളും ആക്സസ് ചെയ്യാനും നമ്മളെയൊക്കെ ഓവർ പവർ ചെയ്ത് ബീറ്റ് ചെയ്യാനും കഴിവുള്ളവരുണ്ടാവും. അവരോട് ഫൈറ്റ് ചെയ്ത് ഗെയിമിൽ വിജയിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും പറ്റുന്ന കാര്യമല്ല. കുറച്ച് പേർക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടുന്നത് ശരിയല്ലല്ലോ. ഇതിങ്ങനെയല്ല വേണ്ടത്, നിങ്ങളും നമ്മളും ഈക്വൽ ആയിരിക്കണമെന്ന് ഈ പ്രിവിലേജ് കിട്ടുന്നവരോട് പറഞ്ഞാലും അവരൊരിക്കലും ഇത് മാറ്റാൻ പോകുന്നില്ല. തങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജ് പരമാവധി ഉപയോഗിച്ച് എങ്ങനെയും സാധാരണക്കാരനായവനെ ബീറ്റ് ചെയ്യുക എന്നുള്ള ഒരേ ഒരു ചിന്താഗതി മാത്രം. അങ്ങനെ ചിന്താഗതിയുള്ള കുറേ ആളുകളും അവരുടെ പ്രിവിലേജ് ഭ്രാന്ത് കാരണം മറ്റുള്ളവരുടെ ജീവിതം നരകത്തിലാകുന്നതും ഒക്കെ പറഞ്ഞു തന്ന ഒരു നല്ല സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ സിഡ്നി ചേച്ചി വീട്ടുവേലക്കാരിയായിട്ട് വന്ന ദ ഹൗസ് മെയ്ഡ്. നമ്മളെ ഞെട്ടിക്കാനുള്ള മരുന്നൊക്കെ പടത്തിലുണ്ട്. സിഡ്നി ചേച്ചിയുടെ തന്നെ ദ വോയേഴ്സ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഏതാണ്ട് അതിന്റെ ഒരു പാറ്റേൺ എവിടെയൊക്കെയോ ഫീൽ ചെയ്തു. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഇപ്പോഴേ സ്പോയിലർ ആയിപ്പോവും. നല്ലൊരു ഞെട്ടിക്കൽ എക്സ്പീരിയൻസ് പാഴാക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫിലിം ഫ്ലെക്സ് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവരും വാ കഥ കേൾക്കാം. നമ്മുടെ കഥാനായികയായ മില്ലി കലോവെ ഒരു പുതിയ ജോബ് ഇന്റർവ്യൂവിന് പോവാണ്. പുതുമയുള്ള ജോലിയൊന്നുമല്ല, കിച്ചൺ സെക്രട്ടറി, ഹൗസ് മെയ്ഡ് അങ്ങനെയുള്ളൊരു പോസ്റ്റാണ്. ഒരു സമ്പന്നരായ കുടുംബത്തിന്റെ വീട്ടിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. ജോലി കിട്ടിയാൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ലൈഫ് സെറ്റ് ആകുമെന്നൊന്നും പറയുന്നില്ല. എന്നാലും നമ്മുടെ മില്ലിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിയുടെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ ഈ ജോലി കൊണ്ട് സാധിക്കും. നഗരത്തിലെ പ്രശസ്തരായ സമ്പന്ന കുടുംബമാണ് വിഞ്ചസ്റ്റർ ഫാമിലി. നമ്മുടെ മില്ലി ഇന്റർവ്യൂവിന് എത്തുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവൾ അവിടെ എത്തി കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു. അവൾ അകത്ത് കയറി. മില്ലിയെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ കൊച്ചമ്മയാണ് നീന. മില്ലി ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഹൗസ് മെയ്ഡിന്റെ ജോലി എന്താണെന്ന് ഏതൊരാൾക്കും അറിയാമല്ലോ. വീടും പരിസരവും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ ഇന്ന് മുതലേ പണി തുടങ്ങാമെന്നുള്ള മട്ടിലാണ് മില്ലി. മില്ലിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, ഡിഗ്രി ഉണ്ട്. ഇങ്ങനെ ഒരു പേഴ്സൺ, ഇത്രയും പഠിപ്പും വിവരവും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ഹൗസ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് ഊഹിക്കാമല്ലോ. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഒരു ജോലി വേണം. ആ അവസ്ഥയിലാണ് പുള്ളിക്കാരി. സാധാരണ ഒരു വീട്ടിൽ ചെയ്യേണ്ട ജോലികളൊക്കെ പുള്ളിക്കാരിക്ക് നന്നായിട്ട് അറിയാം. എന്ത് തരത്തിലുള്ള ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇങ്ങോട്ട് വന്നതും. നീന മില്ലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സിവിയും വാങ്ങിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അവിടുന്ന് തിരികെ പോകുമ്പോഴേ മില്ലി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ ജോലി കിട്ടാൻ പോകുന്നില്ല എന്ന്. കാരണം മില്ലി കൊടുത്ത സിവിയിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. നീന ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയാൽ അതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാവും. വല്ലാത്തൊരവസ്ഥയിലാണ് മില്ലി. സ്വന്തമായ ഒരു കാർ ഉള്ളതുകൊണ്ട് മാത്രം തെരുവിൽ കിടന്നുറങ്ങേണ്ടി വരുന്നില്ല. ജോബ് ഹയറിംഗ് കാണുന്നിടത്തെല്ലാം അപ്ലൈ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടി സർവൈവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ പുള്ളിക്കാരി ശ്രമിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നീനയുടെ വീട് വരെ വെറുതെ ഇന്റർവ്യൂവിന് പോയി എന്ന് കരുതിയിരുന്നെങ്കിലും ഇവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് നീന ചൂസ് ചെയ്യുന്നത് ഇവളെയാണ്. അതൊരു സർപ്രൈസ് ആയിരുന്നു. ഒരുപക്ഷേ ഹൗസ് മെയ്ഡ് ജോബ് ആയതുകൊണ്ടായിരിക്കാം ഇവളുടെ CV ഒന്നും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാതിരുന്നത്. CV ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ജോലി കിട്ടത്തില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും കള്ളത്തരമാണെന്ന് ഇവള് തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഏതായാലും ജോലി കിട്ടിയ സന്തോഷത്തിൽ മില്ലി വിഞ്ചസ്റ്ററിലെത്തി. ഇത്തവണ പുള്ളിക്കാരിക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണെന്നും കാണാം. മില്ലി വീടിനകത്ത് കയറിയപ്പോഴവിടെ അവിടെ ഇവിടെയായിട്ട് മുഴുവൻ അലങ്കോലമായി കിടക്കുക. പ്ലേറ്റ്സ് ഒന്നും കഴുകിയിട്ടില്ല, സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാം കൃത്യമായിട്ട് അടുക്കി പറക്കി വെച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം അടുക്കി പറക്കി വെക്കേണ്ടത് ഇവളുടെ പണിയാണല്ലോ. നീന മില്ലിയുടെ സാധനങ്ങളെല്ലാം വാങ്ങി ഇവൾക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന റൂമിൽ കൊണ്ടുവെക്കുന്നു. മില്ലിയും അവളുടെ ജോലി തുടങ്ങി. സാധനങ്ങളൊക്കെ കൃത്യമായി അറേഞ്ച് ചെയ്യുന്നു, പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു. മണിക്കൂറുകൾ പണിയെടുത്ത് വീടെല്ലാം തൂത്ത് തുടച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലെ ഗ്രഹനാഥനും അദ്ദേഹത്തിന്റെ മകളും ഇങ്ങോട്ട് വരുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂ, മകളുടെ പേര് സിസിലി. ഒരു ഹൗസ് മെയ്ഡിനെ വെക്കുന്ന കാര്യം നീന ഇവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ആദ്യം നമ്മുടെ മില്ലിയെ കണ്ടപ്പോൾ ഇവർ സർപ്രൈസ്ഡ് ആയെങ്കിലും ഉടനെ തന്നെ നീന വന്ന് ഇന്ന പോലെയാണ് സംഭവം, ഞാൻ അപ്പോയിന്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. വീട്ടിലെ എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് മില്ലി അവളുടെ റൂമിൽ ചെന്നു. മുകളിൽ ആറ്റിക്കിലുള്ള റൂമാണ് ഇവൾക്ക് സ്റ്റേ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ താഴെ നിന്നുള്ള ശബ്ദമൊന്നും കേൾക്കത്തില്ല, സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞാണ് ഈ റൂം തന്നെ കൊടുത്തത്. മില്ലിയുടെ സാധനങ്ങൾ കൂടാതെ റൂമിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. അതിനകത്ത് 3 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. മുകളിൽ ഒരു വെന്റ് ഉണ്ടെങ്കിലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. റൂമിലേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, മെയിൻ ഡോർ മാത്രമേ ഉള്ളൂ. ദെൻ നീന മില്ലിക്ക് ഫുഡ് കൊണ്ട് കൊടുത്ത സമയത്ത് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് വേണ്ട പോലെ ക്രമീകരിക്കാമെന്ന് നീനയും സമ്മതിച്ചു. ആൻഡ് നമ്മുടെ ഹീറോയിൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവൾക്ക് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇവിടുത്തെ ഗ്രൗണ്ട് കീപ്പർ ആണല്ലോ. അദ്ദേഹത്തിന്റെ പേര് എൻസോ എന്നാണ്. അവനെ വലിയ കാര്യമാക്കണ്ട, അവനൊരു ടൈപ്പാണ് എന്നൊക്കെ പറഞ്ഞ് മില്ലിക്ക് യൂസ് ചെയ്യാൻ പുതിയ ഫോണും കൊടുത്തു. ഇനി വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഫോൺ യൂസ് ചെയ്താൽ മതി. ഇതിലാകുമ്പോൾ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. വളരെ കാര്യമായിട്ടാണ് നീന പെരുമാറുന്നത്. അത് തന്നെ മില്ലിക്ക് വലിയൊരു ആശ്വാസം. ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ മില്ലി എണീക്കാൻ ഒരല്പം താമസിച്ചു. ഇപ്പോൾ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമല്ലേ, നേരത്തെ കൂടെ തോന്നിയപ്പോൾ എണീറ്റാ പോരാ, കൃത്യസമയത്ത് എണീക്കണ്ടേ. താൻ താമസിച്ച
താമസിച്ചു എന്ന് മനസ്സിലാക്കി ഡ്രസ്സൊക്കെ ഇട്ട് വാതിൽ തുറക്കാൻ നോക്കിയപ്പോഴാവട്ടെ ഇവളുടെ റൂമിന്റെ വാതിൽ തുറക്കാൻ കുറേ പാടുപെടുന്നുണ്ട്. ഈ വാതിലിനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അകത്തുനിന്ന് തുറക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ടാണ്. ഒരു വിധത്തിലും മെനക്കെട്ട് അതും വലിച്ചു തുറന്ന് താഴെ ഇറങ്ങി ചെന്നപ്പോൾ മീൻ ഇവിടെ ബഹളം വെക്കുന്നു. കണ്ണി കണ്ട സാധനങ്ങളെല്ലാം തട്ടിക്കളഞ്ഞ് ഡ്രോയറും വലിച്ചു തുറന്ന് പുള്ളിക്കാരി എന്തോ കാര്യമായിട്ട് തിരയുവാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നീന മീറ്റിങ്ങിന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന PTA നോട്ട്സ് കാണാനില്ല, അത് നമ്മുടെ മില്ലിയാണ് എടുത്ത് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞാണ് ദേഷ്യപ്പെടുന്നത്. പാവം മില്ലി ഞെട്ടിത്തെറിച്ചങ്ങ് നിന്നുപോയി. ഉടനെ ആൻഡ്രൂ വന്നു. നീന ഈ ബഹളമൊക്കെ കാണിക്കുന്നത് കണ്ട് പുള്ളിക്കാരൻ അവളെ പിടിച്ച് നോക്ക്, നിന്റെ സിസ്റ്റത്തിൽ അതിന്റെ ഒരു കോപ്പി കാണും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, CCയെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടോളാം. എൻ്റെ കൊച്ചൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്ന് പകൽ മുഴുവൻ ടൈം എടുത്ത് മീറ്റിങ്ങിന് വേണ്ട നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ആവശ്യത്തിന് സമയമില്ലേ, വേണമെങ്കിൽ സലൂണിലും പോവാം, ഹെയർ റൂട്ട്സും സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നീന ഇങ്ങനെയൊക്കെയാണ്, ഇന്നലെ കണ്ട ആളേ അല്ല ഇന്ന്. ഇമോഷണലി കുറച്ചധികം പ്രശ്നമാണ്. അവൾ കാണിച്ച പ്രശ്നത്തിനൊക്കെ ആൻഡ്രൂ നമ്മുടെ ഹീറോയിനോട് സോറി പറയുന്നുണ്ട്. നീന തട്ടിക്കളഞ്ഞ് നശിപ്പിച്ചു വിട്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അവൻ ഹെൽപ്പ് ചെയ്യാൻ പോലും വരുന്നുണ്ട്. അയ്യോ വേണ്ട, ഇതെല്ലാം ഞാൻ ചെയ്തോളാം, നിങ്ങൾ പൊക്കോ, കുഞ്ഞിനെ സ്കൂളിൽ വിടാനുള്ളതല്ലേ. അതിന് ആൻഡ്രൂ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് സോറിയും പറഞ്ഞ് ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നോക്കിക്കോളാമെന്നും പറഞ്ഞു. ദെൻ നമ്മുടെ ഹീറോയിൻ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്ത് പുറത്ത് ബിന്നിൽ കൊണ്ടിടാൻ ചെല്ലുമ്പോൾ എൻസോ അവിടെ നിന്ന് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് ഞാനിവിടെ വർക്ക് ചെയ്യുക. അല്ല നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ? ഇവളുടെ ചോദ്യത്തിന് അവൻ ഉത്തരം പറയാൻ തുടങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് നീന ശ്രദ്ധിക്കുന്നത് എൻസോ കണ്ടു. മില്ലിയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടവന്, പക്ഷെ അവനൊന്നും മിണ്ടാതെ മാറിപ്പോയി. സംതിങ് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഈ കുടുംബത്തിന്റെ കുഴപ്പമാണോ, നീനയുടെ കുഴപ്പമാണോ, എൻസോയുടെ കുഴപ്പമാണോ? ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ ചീഞ്ച് നാറുന്നുണ്ട്. എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ പറയാനോട്ട് എൻസോയ്ക്ക് പറ്റുന്നുമില്ല. ശേഷം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ചെന്ന മില്ലി ക്ലോസറ്റിനകത്തൊരു ഗുളിക കണ്ടു. കഴിക്കേണ്ട ഗുളിക ക്ലോസറ്റിൽ കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അറിയില്ല. നമ്മുടെ നീന പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പുള്ളിക്കാരി മില്ലിയോട് പറഞ്ഞിരുന്നു. നീന അവളുടെ ഹസ്ബൻഡിനോട് പോലും ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ ഒരു ഫേസ് കാരണമായിരിക്കാം പുള്ളിക്കാരി രാവിലെ അങ്ങനെ അതിരി വിട്ട് ദേഷ്യപ്പെട്ടതൊക്കെ. ഹോർമോണൽ ചേഞ്ചസ് കാരണം പറ്റിപ്പോകുന്നതായിരിക്കാം. ഏതായാലും മില്ലി വീട്ടിലെ ജോലിയെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. ഫുഡ് ഉണ്ടാക്കി. CCക്ക് ഫുഡ് കൊണ്ട് കൊടുത്തപ്പോൾ ജ്യൂസ് കുടിക്കാൻ വേറെ ഗ്ലാസ് എടുത്തുകൊണ്ട് വരാൻ. ഓൾറെഡി അവിടെ ക്ലീൻ ആക്കി കൊണ്ടുവച്ച ഗ്ലാസ് ഉണ്ടെങ്കിലും അതെടുത്ത് മില്ലിയുടെ കൊടുത്തിട്ട് അത് ഡേർട്ടി ആണെന്ന് പറഞ്ഞു. കൊച്ചു പറയുന്നത് ജ്യൂസ് ഒക്കെ ഒരു പ്രിവിലേജ് ആണ്, ഈ ഡേർട്ടി ഗ്ലാസ്സിലൊന്നും കുടിക്കാൻ പറ്റൂല എന്ന്. മില്ലിയും ചെന്ന് വേറെ ഗ്ലാസ് കൊണ്ടുവന്ന് കൊടുത്തു. ആൻഡ്രൂ ആവട്ടെ മില്ലിയോടും ഇവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ബട്ട് അവള് ഇല്ല കുഴപ്പമില്ല നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ് മാറിപ്പോയി. ഈ ഒരു 2 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് ആൻഡ്രൂ ആണ് ഇവളോട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മയത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്നത്. നീനയുടെ കാര്യം ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ചിലപ്പോൾ ഭയങ്കര സ്നേഹത്തിൽ പെരുമാറും, ചിലപ്പോൾ ദേഷ്യപ്പെടും. CC ആവട്ടെ എപ്പോഴും ഇത്തിരി ഗൗരവത്തിലാണ്. ഒരു പെർഫെക്ഷനിസം സെറ്റപ്പ്. ഉറങ്ങുന്നതിന് മുമ്പ് മില്ലി ആൻഡ്രൂവിന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ്രൂ തന്നെ ഇവളുടെ റൂമിലേക്ക് ഒരു കേക്കും കൊണ്ട് കയറി വന്നു. മില്ലിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാ. വന്ന് അത് കൊടുത്ത് അവളുടെ കയ്യിലൊക്കെ പിടിച്ച് അവളെ കിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മില്ലി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. എവിടേക്കോ അവനോടൊരു താല്പര്യം. അങ്ങനെ തോന്നാനേ പാടില്ല. അവൻ കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവനാ. സ്വപ്നമൊക്കെ മറന്ന് ആ ഒരു റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്ന് പതിവുപോലെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ നീന തടഞ്ഞു. അങ്ങനെ തോന്നിയ വഴി പോകാനൊന്നും പറ്റത്തില്ല, ജോലി ചെയ്യാൻ വന്നാൽ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ഇവിടെ തന്നെ നിന്നോണമെന്ന്. എന്നാൽ ഇവരുടെ ഈ സംസാരം കേട്ട് ആൻഡ്രൂ അങ്ങോട്ട് വന്ന് മില്ലിയോട് പുറത്തു പോയിട്ട് വന്നോളാൻ പറഞ്ഞു. അവനങ്ങ് സമ്മതിച്ച സ്ഥിതിക്ക് നീനയ്ക്ക് കൂടുതലൊന്നും പറയാനുണ്ടായില്ല. നേരത്തെ നമ്മുടെ മില്ലി പറയുന്നുണ്ടായിരുന്നല്ലോ അവളുടെ CV കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാകുമെന്ന്. ഇവളെ ആരും ജോലിക്ക് ചൂസ് ചെയ്യില്ലെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവള് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇപ്പോൾ പരോളിൽ പുറത്തിറങ്ങി. പരോളിലെ പല കണ്ടീഷൻസിലൊന്നാണ് ഇനിയും തിരിച്ച് ജയിലിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ജോലിക്ക് കയറണം, സ്റ്റേയും ഇവിടെ തന്നെ ആയിരിക്കണം എന്നുള്ളതൊക്കെ. അതായത് ഈ നാട്ടിൽ നിൽക്കുക, ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളത് ഇവളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത പക്ഷം വീണ്ടും ജയിലിലാകും. 5 വർഷം ജയിലിൽ കഴിയേണ്ടി വരും. എന്ത് കുറ്റം കാരണമാണ് പുള്ളിക്കാരി ജയിലിലായത് എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി മറച്ചു വെക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് മില്ലി കുറച്ച് സമയം വീട്ടിൽ നിന്ന് മാറിയെന്നതും. കുറച്ച് സമയം കഴിഞ്ഞ് പുള്ളിക്കാരി തിരിച്ചു വരുന്ന വഴി നമ്മുടെ മീനെ അവളെ കോൺടാക്ട് ചെയ്ത് CC ബാലറ്റ് ക്ലാസ്സിലാണ്, ആൻഡ്രൂവിനെ നീനയ്ക്ക് അവളെ പിക്ക് ചെയ്യാൻ പറ്റത്തില്ല, മില്ലി തന്നെ കൊച്ചിനെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരിത്തിരി നിർബന്ധത്തോടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം പോലും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനാണ് ഇത് പറയുന്നത്. രാവിലെ നീന പറഞ്ഞത് കേൾക്കാതെ മീറ്റിങ്ങിന് പോയതിലുള്ള പ്രതികാരമെന്ന് കൂട്ടിക്കോ. എന്തൊക്കെയാണെങ്കിലും ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിൻ ഓടി അലഞ്ഞ് ബാലറ്റ് ക്ലാസ് കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അപ്പോഴാണ് നീന ഇവൾക്കിട്ട് പണിതാണെന്നുള്ള കാര്യം അറിയുന്നത്. ആക്ച്വലി നമ്മുടെ CC മറ്റൊരു കുട്ടിയുടെ കൂടെ, CCയുടെ കൂടെ തന്നെയുള്ള മറ്റൊരു കുട്ടിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ഇക്കാര്യം നീനയ്ക്ക് വ്യക്തമായി അറിയാമെങ്കിലും നമ്മുടെ ഹീറോയിനെ ഒന്ന് ഓടിക്കാൻ വേണ്ടി വെറുതെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഓടി അലഞ്ഞ് മില്ലി വീണ്ടും വീട്ടിൽ വന്നപ്പോഴോ, മില്ലി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ CC ഇന്ന് അവിടെയാ സ്റ്റേ ചെയ്യുന്നതെന്ന്, വെറുതെ അവിടെ പോയി ഒരു സീൻ ഉണ്ടാക്കിയേക്കുന്നു എന്ന് പറഞ്ഞ് ഇവളെ തന്നെ വഴക്ക് പറയും. നീന ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാക്കി പുള്ളിക്കാരി വഴക്ക് പറയും. മില്ലിയുടെ സിറ്റുവേഷൻ ഇത്തിരി ബാഡ് ആയതുകൊണ്ട് ഇതെല്ലാം കേട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥയായിപ്പോയി. ഈ സമയം ആൻഡ്രൂവിന്റെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. പുള്ളിക്കാരി അത്യാവശ്യം പോസ്റ്റ് ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന, അത്യാവശ്യം ആഡംബരമൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കറന്റ് ഇങ്ങോട്ട് താമസം മാറാനുള്ള പ്ലാൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിക്ക് ഏറെ പ്രിയപ്പെട്ട വൈകാരിക കണക്ഷൻസ് ഒക്കെ ഉള്ള മദേഴ്സ് ചൈന പോർസലൈൻ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മില്ലിക്ക് കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, വേലക്കാരിക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയത്തില്ലെന്നും ഇവർ ചോദിക്കുന്നുണ്ട്. ആളുടെ
അവളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു അമ്മച്ചി നീനയെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ അവതാളത്തിലാവും. അന്ന് രാത്രി നമ്മുടെ മില്ലിക്ക് കിടന്നിട്ടെന്തോ ഉറക്കം വന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരി താഴെ ഇറങ്ങി ചെന്ന് TV കാണാമെന്ന് വെച്ചു. ഇത് കണ്ട് ആൻഡ്രൂവും ഇവളുടെ അടുത്ത് വന്നിരുന്നു. ഇവള് ഫാമിലി ഫ്യൂഡ് കാണുമായിരുന്നു. അപ്പോൾ ഇവനും ഈ ഗെയിം ഷോ ഇഷ്ടമാണ്. ഇരുവരും ഈ ഷോയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആൻഡ്രൂ ഇവളെയും കംഫർട്ടബിൾ ആക്കി വളരെ കംഫർട്ടബിൾ ആയിട്ട് രണ്ടാളും സംസാരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ നീന വന്നു. ബേബ് എന്താ ഇത്, എന്താ ഇവിടെ ചെയ്യുന്നേ? അത് പിന്നെ ബേബ് നമ്മൾ ഫാമിലി ഫ്യൂഡ് കാണുന്നു. ഓ ഫാമിലി ഫ്യൂഡ് 2 മണിക്ക്, പാതിരാത്രി 2 മണിക്ക് ഇങ്ങനെ ഫാമിലി ഫ്യൂഡ്. നീനയുടെ മുഖം വല്ലാണ്ട് മാറുന്നുണ്ട്. ആൾക്ക് സംഭവം കത്തിയത് കൊണ്ട് ഉടനെ തന്നെ എണീറ്റ് പോയി. പിന്നെ മില്ലി, നീ നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇപ്പം തന്നെ പൊക്കോ. നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. CC എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ തന്നെ പൊക്കോ. അതല്ലെങ്കിൽ നീ പോകുന്നേ കണ്ടാൽ അവൾക്ക് വിഷമമായാലോ. പാവം മില്ലി ഒരുമാതിരി ഇങ്ങായിട്ട് ഒരു ചാൻസ് കൂടി തരൂ എന്നൊക്കെ പറഞ്ഞ് ഇവളോട് കെഞ്ചുന്നുണ്ട്. ഒരേ ഒരു ചാൻസ് തരാം, ഒരൊറ്റ ആഴ്ച. ഇതുപോലൊന്നും ഇനി റിപ്പീറ്റ് ആവരുത്. പിന്നെ ഈ വീടിനുള്ളിൽ നടക്കുമ്പോൾ ഇവിടുത്തെ മാന്യതയ്ക്കനുസരിച്ചുള്ള ഡ്രസ്സ് ഇടണം. ഇമാതിരി ഡ്രസ്സ് ഒന്നും ഇട്ടുകൊണ്ട് നടക്കരുത്. എല്ലാത്തിനും തലയാട്ടി സമ്മതിച്ച് മില്ലിയും മാറിപ്പോകുന്നു. അടുത്ത ദിവസം നീനയുടെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വന്നു. അവരോടും നീന പ്രഗ്നൻസിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണ പറയുമ്പോൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം പറയുന്നില്ല. പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്ന മില്ലി കൺഫ്യൂസ് ആവുന്നുണ്ട്. കാരണം മില്ലിയോട് പറഞ്ഞിരുന്നത് നീന പ്രഗ്നന്റ് ആണ്, ഇതുവരെ ആൻഡ്രൂവിനോട് പറഞ്ഞിട്ടില്ല, പറയണമെന്നൊക്കെയാണല്ലോ. ആകെ മൊത്തത്തിൽ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. നീന പറയുന്നത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നീനയ്ക്ക് ഒരു കോൾ വന്ന് പുള്ളിക്കാരി എണീറ്റ് പോയപ്പോൾ ബാക്കിയുള്ളവർ നീനയെ പറ്റിയുള്ള കുറ്റം പറയാൻ തുടങ്ങി. ആൻഡ്രൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് നീനയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് കിട്ടിയത്. അവനില്ലായിരുന്നെങ്കിൽ നീന തെരുവിൽ കിടന്നുറങ്ങേണ്ടി വന്നേനെയും. മാത്രമല്ല പുള്ളിക്കാരിക്ക് എന്തോ അസുഖമുള്ളതായിട്ടോ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ടോ ഏകദേശം ഒരു 9 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു, ട്രീറ്റ്മെന്റിലായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ആൻഡ്രൂവിനെ ഇഷ്ടമാണ്. അവന് മേലൊരു കണ്ണുണ്ട്. അങ്ങനെ ഒരുത്തിനെ നീനയ്ക്ക് കിട്ടിയത് ഇവർക്ക് ആർക്കും പിടിച്ചിട്ടില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള നീനയെ ആൻഡ്രൂ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നോക്കുന്നത്. അവൻ ഒരുപാട് ഇവൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്നും സൂചിപ്പിക്കുന്നുണ്ടേ. നമ്മൾ കണ്ടിരുന്നല്ലോ നീനയുടെ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ആൻഡ്രൂ ഡീൽ ചെയ്യുന്നത്. അവൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും അവൻ സമാധാനപ്പെട്ട് അവളെ സമാധാനപ്പെടുത്തി ഒരു വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്നത്തെ ദിവസം നീന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. രാത്രി ആയപ്പോൾ മില്ലിയുടെ അടുത്ത് നിന്ന് അടുത്ത സാറ്റർഡേ CCയെ മില്ലി നോക്കിക്കോണം, നീനയ്ക്കും ആൻഡ്രൂവിനും വേറൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. സാറ്റർഡേസിൽ ജോലിയില്ല, ഓഫ് ഡേ ആണെന്നാണ് മുമ്പേ പറഞ്ഞിരുന്നത്. ബട്ട് ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കളിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഹീറോയിന് തിരിച്ചൊന്നും പറയാൻ പോലും പറ്റാത്ത സാഹചര്യമാണല്ലോ. ശേഷം നമ്മുടെ ഹീറോയിൻ നീന കഴിക്കുന്ന മരുന്നുകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. മരുന്നൊക്കെ നോക്കി വന്നപ്പോഴാവട്ടെ മെന്റൽ ഡിസോർഡർ ഉള്ള ആളുകൾ കഴിക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ് അവൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നീനയുടെ സുഹൃത്തുക്കൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ തോന്നിയ ഡൗട്ട് സത്യമാണ്. നീനയ്ക്ക് മെന്റലി പ്രോബ്ലം ഉണ്ട്. പ്രഗ്നൻസിയും ഹോർമോൺസും ഒന്നും അല്ല അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലന്റ് ആവാനുള്ള റീസൺ. ഇതെല്ലാം തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ തനിക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട, മറ്റൊരു ജോലി അറേഞ്ച് ആക്കി തരണമെന്ന് മില്ലി അവളുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞത് നമ്മുടെ CC കേട്ടു. എന്താ നിങ്ങൾ ഇവിടുന്ന് പോവാണോ? പോവൊന്നുമല്ല എന്നും പറഞ്ഞ് CCക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. കൂട്ടത്തിൽ CCയുടെ സ്കൂളിലെ കാര്യങ്ങൾ, കൊച്ചിന് ഏതെങ്കിലും ബോയ്സിനോട് ക്രഷ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് CCക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വേണ്ട നിങ്ങളുടെ ഫുഡൊന്നും വേണ്ട, എനിക്ക് വിശപ്പില്ല. പിന്നെ അതും ഇതൊക്കെ ചോദിച്ച് എന്നോട് ഫ്രണ്ട് ആവാനും വരണ്ട. എനിക്ക് നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിന് താല്പര്യമില്ല. അമ്മയും കണക്ക് മോളും ഒരു ടൈപ്പ്. എന്താ ഇവരൊക്കെ ഇങ്ങനെ? ദെൻ മില്ലി CCയുടെ കൂടെ അവരുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അവിടെ ഇവരുടെ വീടിന്റെ ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് കൊച്ചി ഇങ്ങനെ ഡോൾസ് ഒക്കെ വെച്ച് കളിക്കും. മില്ലി നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡോള് നമ്മുടെ മില്ലിയുടേതാണ്. മില്ലിയുടെ കയ്യിൽ ഒരു ട്രോൾ ഡോൾ ഉണ്ടായിരുന്നു. CC എപ്പോഴോ മില്ലി കാണാതെ അവളുടെ റൂമിൽ കയറി അവളുടെ ഡോൾ എടുത്തുണ്ടെങ്കിൽ വന്നേ. CC ഇനി എന്റെ റൂമിൽ കയറി സാധനങ്ങളൊന്നും എടുത്തേക്കില്ല. ഈ ഡോൾ എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്ക് അറിയോ? ഉടനെ ഡോക്ടറെ കാണാൻ പോയിരുന്ന ആൻഡ്രൂവും നീനയും തിരിച്ചു വന്നു. നീന വയലന്റ് ആണ്. കരഞ്ഞൊരു വരവുമായാണ് റൂമിലേക്ക് കയറി പോകുന്നത്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ നീനയ്ക്ക് പ്രീമച്വർ ഒവേറിയൻ ഇൻസഫിഷ്യൻസിയാണ്. കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. അവൾ പ്രഗ്നന്റ് ആവാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നം അവൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ മനസ്സ് തകർന്നുപോയി. ആൻഡ്രൂവിനും കുറേയധികം കുട്ടികൾ വേണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണല്ലോ. ആൻഡ്രൂവിന്റെ വിഷമം കേട്ട് നമ്മുടെ ഹീറോയിൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് CC ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങേര് പറയുന്നത് CC ശരിക്കും ആൻഡ്രൂവിന്റെ മകളല്ല. തീർച്ചയായും ഇദ്ദേഹം അവളെ തന്റെ സ്വന്തം മകളായിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും ഇദ്ദേഹമല്ല CCയുടെ ബയോളജിക്കൽ ഫാദർ. നീനയുടെ എക്സ് റിലേഷനിലുണ്ടായ കുട്ടിയാണ് CC. അതെല്ലാം ശേഷം അന്ന് രാത്രി നമ്മുടെ ഹീറോയിൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടാണ് എണീറ്റ് വരുന്നത്. നീന എന്തോ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലാക്കി ഓടി ഇറങ്ങി താഴെ ചെന്ന് ആൻഡ്രൂ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവരുടെ ഡോറിൽ മുട്ടി ചോദിച്ചപ്പോൾ ദാണ്ടെ വാതിലും തുറന്ന് ചോര പുരണ്ട ഒരു കണ്ണാടി ചില്ലുമായിട്ട് അങ്ങനെ നിൽക്കുവാണ് നീന. മില്ലി അങ്ങ് പേടിച്ചു പോയി. ഈ കണ്ണാടി ചില്ലിൽ ഫുള്ള് ബ്ലഡ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവളെങ്ങാണം ആൻഡ്രൂവിനെ കൊന്നോ? ആൻഡ്രൂ എവിടെ? എന്താ അവന് സംഭവിച്ചേ? അപ്പോൾ അതേ ആൻഡ്രൂ ഇറങ്ങി വരുന്നു. പുള്ളിക്കാരൻ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. നീനയും സമാധാനിപ്പിച്ച് അവളെ പിടിച്ചുകൊണ്ട് പോയി കിടത്തി ഉറക്കുന്നു. ശേഷം അടുത്ത ദിവസം ഇന്നലെ നടന്ന സംഭവങ്ങൾക്കൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് സോറി പറയുവാണ് നീന. പിന്നെ അന്ന് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നിന്നോട് കള്ളം പറഞ്ഞത് അത് എൻ്റെ ഒരു തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ആയിട്ട് കൂട്ടിയാൽ മതി. ഈ ഡ്രസ്സുകളൊക്കെ നിനക്ക് സ്യൂട്ടാവും, ഇതൊക്കെ നീ എടുത്തോ. മില്ലി ഇതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും നീന നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ചു. ആൻഡ് നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആൻഡ്രൂ നീനയും ഒരു ഇവന്റിന് പോകുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്യാനും പറയുന്നുണ്ട്. അന്ന് നമ്മുടെ CCയെ ബാലറ്റ് ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ട്
കൊണ്ടുവരാൻ മില്ലി ചെന്നപ്പോൾ ഇവളെ പോലെ തന്നെ മറ്റൊരു ഫാമിലിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, മറ്റൊരു സമ്പന്നനായ ഫാമിലിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരനെ കണ്ടു. രണ്ടുപേരും പരിചയപ്പെട്ടു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ നീനയെ പറ്റിയും നീനയുടെ പ്രശ്നങ്ങളും നീനെ എന്തുകൊണ്ടാണ് മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. അതിന്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഒരിക്കൽ നീനെ അവളുടെ സ്വന്തം മകൾ സീസിയെ ബാത്ടബിൽ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന്. ആ കൃത്യസമയത്ത് ആൻഡ്രൂവും പോലീസും ഒക്കെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കുട്ടി ഇപ്പോഴും ജീവനോടെ ഉള്ളതെന്ന്. ഇതും കൂടെ കേട്ടതോടെ മില്ലി ഒരുമാതിരി അങ്ങായി. ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ പല തരത്തിലുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. നീന മെന്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഉണ്ടാവത്തോണ്ടായിരിക്കും അത് ഇതെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അവളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്, സീരിയസ് ആണ്. സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയാൻ പോലും അവൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പ്രശ്നമാണ്. സീസിയെ കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തിയ നമ്മുടെ ഹീറോയിൻ എൻസോയോട് ഈ ഫാമിലിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങേര് പറയുന്നതാണെങ്കിലോ, നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, വന്ന ഒരു തെറ്റാണെന്നൊക്കെ. എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ താണ്ടെ നീന ഇടയ്ക്ക് കയറി, ദേ അങ്ങേരോട് സംസാരിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ ഇതെന്താ മില്ലി ആരോട് ചോദിച്ചിട്ടാ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തത്? അത് നിങ്ങളല്ലേ പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം എന്നൊക്കെ. വാട്ട്, ശനിയാഴ്ച സിസിയും കൊണ്ട് ആർട്സ് ക്യാമ്പിന് പോകാനിരിക്കുന്ന ഞാൻ നിന്നോട് ഇതൊക്കെ ബുക്ക് ചെയ്യാൻ പറഞ്ഞോ? ഈ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിരിക്കുന്ന പൈസ ഒന്നും റീഫണ്ടബിൾ അല്ല, ഇത് മുഴുവൻ നീ പേ ചെയ്യണം. എങ്ങനെ ഇരിക്കണ്, ഇവള് തന്നെ ഓരോന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ പൈസ തിരിച്ചടയ്ക്കണം പോലും. ഈ കാലമാടത്തിന്റെ അടുത്ത് പെട്ടുപോയല്ലോ എന്ന് കരുതി പാവം നമ്മുടെ മില്ലി ഒരുമാതിരി വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആൻഡ്രൂ വന്നു. നീനയ്ക്ക് പൂളൊക്കെ ആയിട്ടാണ് വന്നത്. അതെല്ലാം കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ഹീറോയിനോട് കുഴപ്പമില്ല, അവള് പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ബോധമുള്ള ഒരാളെങ്കിലും ഈ വീട്ടിലുള്ളതാണ് ഏക ആശ്വാസം. ദെൻ മില്ലി കുളിക്കുന്നു. സിഡ്നി ചേച്ചിയുടെ ഫാൻസിന് വേണ്ടിയുള്ള കുറേ സീനുകൾ. ചേച്ചി ഒരു നൻബിയാണ്, ഫാൻസിനെ മറന്ന് പടം ചെയ്യത്തില്ല. ഏത് സിനിമ എടുത്താലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഏതായാലും നമ്മുടെ ആൻഡ്രൂ ചേച്ചിയുടെ ഫാനല്ലാന്ന് തോന്നുന്നു. പുള്ളിക്കാരി കുളിച്ചിട്ട് ഇങ്ങനെ ടവലൊക്കെ പോയി ഇറങ്ങി വന്നപ്പോൾ ഇവൻ അറിയാതെ അങ്ങോട്ട് കയറി ചെന്നു. അയ്യോ ഐ എം സോറി ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് മാറിപ്പോവും. മില്ലി ശരിക്കും ഇംപ്രസ്ഡ് ആയി. എത്ര മാന്യനായ വ്യക്തിയാണ് അദ്ദേഹം. പാവം, ഈ മനുഷ്യന് നീനയാണല്ലോ പാർട്ട്ണറായിട്ട് കിട്ടിയത്. അദ്ദേഹത്തെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്ന, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പാർട്ട്ണറെ കിട്ടിയിരുന്നെങ്കിൽ ആരും ആഗ്രഹിച്ചു പോകും. ദെൻ ആൻഡ്രൂ മില്ലിയോട് ബുക്ക് ചെയ്ത ടിക്കറ്റ്സ് കാര്യങ്ങളൊന്നും ക്യാൻസൽ ചെയ്യാനോ റീഫണ്ട് ചെയ്യാനോ പറ്റില്ലല്ലോ, അതുകൊണ്ട് വെറുതെ ആ ഒരു ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ട, മില്ലിയുടെ സുഹൃത്തും കൂടെ ആ പ്രോഗ്രാമിനൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. എന്നാൽ മില്ലിക്ക് സുഹൃത്തുക്കൾ എന്ന് പറയാൻ ആരുമില്ല, ആരും തന്നെ ഇല്ലാന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ആൻഡ്രൂ. ആദ്യം നമ്മുടെ ഹീറോയിൻ അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും നോക്കുമില്ലേ, നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഒന്ന് പുറത്ത് പോകുന്നതും ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരുന്നതും ഒക്കെ ഭയങ്കര വലിയ റിലീഫ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്തോളാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഓക്കെ റൈറ്റ്. മില്ലിക്കും സന്തോഷം. അങ്ങനെ റെഡിയായി. കഴിഞ്ഞ ദിവസം നീന കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് മില്ലി വരും. അടിപൊളിയായിട്ടുണ്ട്, അത്രയും മാച്ചിങ് ആണ്. ആൻഡ്രൂ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, പുള്ളിക്കാരൻ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ആ ഒരു ഇവന്റിനൊക്കെ പോയി എൻജോയ് ചെയ്തു. രാത്രി ഇരുവരും ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്, 2 മുറിയിൽ. കിടക്കുന്നതിന് മുമ്പ് മില്ലി ഫോൺ നോക്കിയപ്പോൾ നീനതെ ഒരുപാട് മെസ്സേജ് അയച്ചിരിക്കുന്നു. വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആരോപിച്ച്, കുറ്റങ്ങളൊക്കെ ആരോപിച്ച് നമ്മുടെ മില്ലിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, ഇനി ഒരു ചാൻസ് ഇല്ല എന്നൊക്കെയാണ് അയച്ചിരിക്കുന്നത്. ആകെ അങ്ങ് വിഷമിച്ച ഹീറോയിൻ ഇക്കാര്യങ്ങളൊക്കെ ആൻഡ്രൂവിന്റെ റൂമിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, വിഷമിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ പുള്ളിക്കാരൻ അടുത്ത് വന്നു, കിസ് ചെയ്തു, പിന്നെന്തൊക്കെയോ അങ്ങനെ നടന്നു. ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നു, അവളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്, തെറ്റൊന്നും അല്ലല്ലോ. അതെ ഇതിനെപ്പറ്റി നീനെ അറിഞ്ഞാൽ മാത്രമാണ് തെറ്റ് എന്നാണ് രണ്ടുപേരും കരുതുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നീന ഇത് അറിയരുത് എന്ന് ഡീലാക്കിയിട്ട് വീട്ടിലോട്ട് പോയി. ഏതായാലും അന്നത്തെ ദിവസം നീന നല്ല മൂഡിലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോയിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നെങ്കിലും അതിനൊക്കെ ഇപ്പോൾ സോറി പറയുന്നുണ്ട്. അത് ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. ദെൻ ഫുഡ് കഴിക്കുന്ന സമയം മില്ലി ഇങ്ങനെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത് മില്ലി ജയിലിൽ കിടക്കുന്ന സമയത്താണോ എന്ന് എടുത്തടിച്ചങ്ങ് ചോദിച്ചു ആൻഡ്രൂവിന്റെ മുന്നിൽ വെച്ച്. മില്ലി ഇതുവരെ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ, നീന ഇത് എങ്ങനെയോ അറിഞ്ഞു? ആൻഡ്രൂ ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. ഇത്രയും ക്ലോസ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടും ഇപ്പോൾ ഇവിടെ ജോലിക്ക് വരാൻ കാരണമായ ഈ ഒരു ഇൻസിഡന്റ്, ഇവള് ജയിലിൽ നിന്ന് പരോളിന് വന്നതാണ്, അവൾക്കൊരു ജോലി വേണം, ഇവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ടില്ല. അല്ല നീന ഇതെങ്ങനെ അറിഞ്ഞു? ഇത് മാത്രമല്ല, നീന നമ്മുടെ ഹീറോയിനെ പറ്റിയുള്ള പല കാര്യങ്ങളും എങ്ങനെയൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അന്ന് നീനയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്ന സമയത്ത് നീന മാറിപ്പോയപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ നീനയെ പറ്റി കുറ്റം പറയുന്നത് നമ്മുടെ മില്ലി മാത്രമേ കേട്ടുള്ളായിരുന്നു. ആ കാര്യങ്ങൾ മില്ലി നീനയോട് പറയാൻ പോയില്ല. എന്നാലും എങ്ങനെയോ നീന അത് മനസ്സിലാക്കി. മില്ലിയുടെ പാസ്റ്റ് വ്യക്തമായി അറിഞ്ഞിട്ടും അവൾക്ക് ജോലി കൊടുത്തു. അവളുടെ പാസ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് ജോലി ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ല എന്ന് വ്യക്തമായി അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പലതരത്തിലും അവളെ ഹറാസ് ചെയ്തു. ഒരു തരത്തിലല്ല, എല്ലാ തരത്തിലും സൈക്കോ തന്നെ. ശേഷം മില്ലി സൂപ്പർ മാർക്കറ്റിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നീനയുടെ ഒരു ഫ്രണ്ട് ഇവളെ അവിടെ വെച്ച് കാണും. ഓ ഹായ് മില്ലി, ആ ഫോൺ നിനക്ക് നീന തന്നതാ? വാവ്, നീ അവളെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടോ? മില്ലിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അല്ല എന്താ നിങ്ങൾ ഉദ്ദേശിച്ചേ? അത് പിന്നെ ഈ ഫോൺ നിനക്ക് തന്നപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ ഫോണിലൂടെ അവൾക്ക് എല്ലാം അറിയാൻ പറ്റും, നിന്നെ അവൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നീ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവൾക്കും അറിയാൻ പറ്റും. ഞെട്ടിപ്പോയില്ലേ? മില്ലി പറയാതെ തന്നെ പല കാര്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നു, അങ്ങനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു. എല്ലാത്തിനും കാരണം ഇത് തന്നെ. ഇപ്പൊ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിലും ഇവൾക്ക് പ്രതികരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. എന്തൊക്കെ ആട്ടും തുപ്പ് സഹിച്ചിട്ടാണെങ്കിലും അവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി കാറിൽ വെച്ച് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ പോലീസുകാർ വന്ന് നമ്മുടെ മില്ലിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇവൾ
ഇവള് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന കാറ് നമ്മുടെ നീനയുടെയാണ്. ആ കാറ് മോഷണം പോയി എന്ന് നീന റിപ്പോർട്ട് ചെയ്തെന്ന്. ഹൗ ക്രൂവൽ. അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുമല്ലോ നീന. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ഇവളവിടെ ജോലിക്ക് കയറിയപ്പോൾ മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഒരു പരോൾ കാലാവധിയിൽ ജോലിയൊക്കെ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോവാം, ഇനിയിപ്പോൾ തിരിച്ച് ജയിലിലോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നൊക്കെ കരുതി ഇത്രയും കഷ്ടപ്പെട്ട് ഇവളിപ്പോൾ കാറ് മോഷണ കേസിൽ പ്രതിയായി. എന്തായാലും ഇനിയിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. പുള്ളിക്കാരി ആകെ അങ്ങ് വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ആൻഡ്രൂ അവിടെ വന്ന് കേസ് പിൻവലിച്ച് ഇവളെ രക്ഷപ്പെടുത്തി. തിരികെ പോകുന്ന വഴി ഇവളും മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ, ഇവള് ജയിലിലായതിന്റെ റീസണൊക്കെ അവനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നൊരു കാര്യമില്ലേ, പാസ്റ്റ് ആണ്, അത് കഴിഞ്ഞ സംഭവമല്ലേ. ഇത്രയും നാളെ നീന മില്ലിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മില്ലിയും ആൻഡ്രൂവും ആ ഹോട്ടൽ റൂമിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഓൾറെഡി അവൾക്ക് അറിയാമെന്നുള്ള കാര്യം ഇവർക്കും മനസ്സിലായി. വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും നീന മനസ്സിലാക്കിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഒരുപാട് നാൾ ആൻഡ്രൂ നീനയെ സഹിച്ചു. ഒത്തിരി ഇവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, മെനക്കെട്ടു. ഇത്രയൊക്കെ ആയിട്ടും പിന്നെയും ഇതിങ്ങനെ റിപ്പീറ്റ് ആയപ്പോൾ ഇനിയിപ്പോൾ അവളെ വേണ്ടാന്ന് ഇവനങ്ങ് തീരുമാനിക്കുവാണ്. കൂടുതലൊന്നും പറയണ്ട, മര്യാദയ്ക്ക് വീട് വിട്ടു പൊക്കോളാൻ. നീനയ്ക്ക് സങ്കടമായി. ഒരുമാതിരി കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇനിയൊരു ചാൻസ് കൊടുക്കേണ്ടെന്ന് ആൻഡ്രൂ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവളോട് എത്രയും വേഗം പൊക്കോളാൻ തന്നെ പറഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മുടെ മില്ലിയുടെ ചെപ്പക്കുറ്റി കിട്ടണം കൊടുക്കുന്നൊക്കെ ഉണ്ട്. അവളും സ്ട്രോങ് ആയിട്ട് നിന്നു. ഇറങ്ങി പോടി അവിടെ നിന്ന് പറഞ്ഞു. കുറെ സഹിച്ചതല്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ മതി എന്നങ്ങ് തീരുമാനിച്ചു. ഏതായാലും നഷ്ടം നീനയ്ക്ക് തന്നെയാണ്. പുള്ളിക്കാരി ഈ ചെയ്തു കൂട്ടിയതൊക്കെ ആലോചിച്ചിട്ടും ഇങ്ങനെ പറ്റിയതൊക്കെ ആലോചിച്ചിട്ട് കാറിലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇവിടെ ആവട്ടെ നമ്മുടെ ഹീറോയിൻ മില്ലിയും ഹീറോയും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ എന്ത് ചിന്തിക്കാനാണ്. രണ്ടാളും നല്ല മാച്ച് അല്ലേ, ഇനിയിപ്പോൾ ഇവരുടെ ലൈഫ് മുന്നോട്ട് പോട്ടെ എന്ന് ആൻഡ്രൂ മില്ലിയെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു ലൈഫ് അവൾക്ക് കിട്ടി. പിന്നെ അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. ആടാം പാടാം ചാടാം കളിക്കാം, പിന്നെ അങ്ങോട്ട് ഇത് തന്നെ റിപ്പീറ്റ്. ആൻഡ്രൂ ഇവളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ മില്ലിയും അവനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി ആൻഡ്രൂവിന്റെ അമ്മ കൊണ്ടുവന്ന പോർസ്ലൈൻ പാത്രത്തിൽ തന്നെ വിളമ്പി അത് കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ എൻസോ ആണ്. തുടക്കം മുതലേ ഇങ്ങനെ ഫുൾ മിസ്റ്ററി ആണല്ലോ. ഒരുമാതിരി വാതിലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ തുറച്ചു നോക്കി നിന്ന ആരായാലും പേടിക്കത്തില്ലേ. ഉടനെ ആൻഡ്രൂ വന്ന് നമ്മുടെ മില്ലിയെ സമാധാനിപ്പിച്ചിട്ട് എൻസോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എൻസോ കാരണം പൊട്ടിയത് ഇവനും ഇവന്റെ അമ്മയ്ക്കും ഒക്കെ ഒരുപാട് പ്രിയപ്പെട്ട തലമുറകളായിട്ട് കൈമാറി വരുന്ന മദേഴ്സ് ചൈനയാണല്ലോ. മില്ലി അതിന് സോറി പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, നീ അതെല്ലാം കളക്ട് ചെയ്ത് ഒരു കവറിലാക്ക്. പൊട്ടിയ പ്ലേറ്റ് ഒക്കെ ഒട്ടിച്ച് കറക്റ്റ് ചെയ്യുന്ന ഒരാളെ അറിയാം, ഞാനത് ചെയ്തോളാം. ആൻഡ്രൂ ആവശ്യപ്പെട്ട പോലെ ഹീറോയിനും പ്ലേറ്റ് എല്ലാം കവറിലാക്കി വെച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി അവൻ അത് എടുത്തു നോക്കിയപ്പോൾ ആ പ്ലേറ്റുകളിൽ, പൊട്ടിയ പ്ലേറ്റുകളിൽ ഇപ്പോഴും ഫുഡ് വേസ്റ്റ് ഉണ്ട്. അവളത് ക്ലീൻ ചെയ്യാതെയാണ് കവറിലാക്കി വെച്ചത്. പൊട്ടിയ പ്ലേറ്റ് അല്ലേ, എന്തായാലും അത് ഒട്ടിക്കാൻ പോവാണ്, അന്നേരം ക്ലീൻ ചെയ്തോളും. ഇപ്പൊ ക്ലീൻ ചെയ്യാൻ പോയിട്ട് കൈ മുറിഞ്ഞാലോ. ആൻഡ്രൂ മില്ലിയെയും പൊക്കിയെടുത്ത് നേരെ മുകളിലത്തെ റൂമിൽ ചെന്നു. അതായത് നമ്മുടെ ഹീറോയിൻ ആദ്യം വേലക്കാരിയായിട്ട് ഇവിടെ വന്നപ്പോൾ അവൾക്ക് താമസിക്കാൻ കൊടുത്ത മുറിയിൽ. സാധാരണ എല്ലാം നടത്തുന്നതും ഇവരുടെ മുറിയിൽ വെച്ചാണെങ്കിലും ഇന്നൊരു ദിവസം ഒരു വെറൈറ്റിക്ക് ഇവിടെ ട്രൈ ചെയ്യാവുന്നു. അപ്പം അതുപോലെ അവൾക്കും ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് രണ്ടുപേരും കുടിച്ച് എല്ലാത്തിനും ശേഷം പിന്നെ നമ്മുടെ ഹീറോയിൻ ബോധം തെളിഞ്ഞ് എണീറ്റ് വരുമ്പോൾ ഉറക്കമല്ല, ബോധം തെളിഞ്ഞ് എണീറ്റ് വരുമ്പോൾ പുള്ളിക്കാരി ആ റൂമിൽ ട്രാപ്ഡ് ആണ്. ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ആൻഡ്രൂവിനെ വിളിച്ച് അവനിത് എവിടെയാണ് ഡോർ വന്ന് തുറക്കാൻ പറഞ്ഞപ്പോൾ തുറക്കാൻ മില്ലി എന്തായാലും ഡോർ തുറക്കും, പക്ഷെ ഇപ്പം അല്ല കേട്ടോ. ഇവൾക്കൊന്നും അങ്ങോട്ട് പിടികിട്ടിയില്ല. ആൻഡ്രൂ ഇതെന്താ തമാശയാണോ, മതി ഇത് നിർത്തിക്കോ, പ്രാങ്ക് ഒക്കെ നിർത്തിക്കോ, ഡോറും തുറന്നേ. ഇല്ല മില്ലു, കുറച്ചേരം നീ അവിടെ കിടക്കുമില്ലു എന്ന മട്ടിൽ അവൻ അങ്ങ് മാറിപ്പോയി. ഇതെന്തോന്ന് ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അറിയാതെ പേടിച്ച് മില്ലി അലറി വിളിച്ച് കരയുമ്പോൾ നേരത്തെ നമ്മുടെ നീന കാറിൽ വെച്ച് അലറി വിളിച്ച് കരയുന്ന ആ ഒരു രംഗം കാണിച്ചു തരുവാണ്. പുള്ളിക്കാരിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആ ഒരു വിഷമത്തിൽ പുള്ളിക്കാരി കരഞ്ഞതാണെന്ന് കരുതിയെങ്കിൽ അങ്ങനെയല്ല, കരച്ചിലൊക്കെ മാറി ചിരിയായി. അതായത് നീനയെ ആൻഡ്രൂ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും മില്ലിയും ആൻഡ്രൂയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും ഒക്കെ നീനയുടെ പ്ലാൻ ആയിരുന്നു. അവൾ പ്രതീക്ഷിച്ച കണക്കെല്ലാം നടന്നു എന്നുള്ളതാണ്. അല്ല ഇതൊക്കെ എന്തിന് നീന ഇങ്ങനെ ചെയ്യണം? അതിനാദ്യം നീന എങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിലായി എന്നറിയണം. നീനയുടെ ചെറിയ പ്രായത്തിലാണ് അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുന്നത്. ഇരുവരും തീപിടുത്തത്തിലാണ് മരിക്കുന്നത്. വീട് മുഴുവൻ കത്തിയെരിഞ്ഞ് രണ്ടാളും മരിച്ചു. അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവാൻ കാരണം നമ്മുടെ നീനയാണ് എന്നൊരു നറേറ്റീവ് അവിടെ ഉണ്ടായി വന്നു. പിൽക്കാലത്ത് ആൻഡ്രൂ അങ്ങനെ ഒരു കഥ പറഞ്ഞ് പരത്തി എന്ന് പറയാം. നീനയുടെ പേരൻസ് മരിച്ച ആ ഒരു സംഭവം ആരോടൊക്കെ പറഞ്ഞാലും അവൻ എപ്പോഴും പോലീസ് അത്രയും നാൾ സംശയിച്ചിരുന്നത് നീനയാണ്, അവളാണ് അങ്ങനെ തീപിടുത്തം ഉണ്ടാക്കിയത് എന്നൊക്കെ സംശയിച്ചിരുന്നു എന്നും കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. നീനയ്ക്ക് അവളുടെ പേരൻസിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരെ നഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളിക്കാരി ഒത്തിരിയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ പേരൻസിനെ നഷ്ടപ്പെട്ടു. ലൈഫിലെ ഓരോ പോയിന്റിലും അവരെ മിസ് ചെയ്തതിന് കയ്യും കണക്കുമില്ല. അത്രത്തോളം അവൾ ലൈഫിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും വിടവ് നികത്താൻ മറ്റാർക്കും സാധിക്കില്ലല്ലോ. തനിക്ക് കിട്ടാതിരുന്ന സ്നേഹം എവിടുന്നെങ്കിലും കിട്ടുന്നു എന്ന് തോന്നലുണ്ടായാൽ തന്നെ പുള്ളിക്കാരി അവരോട് കൂടുതൽ അറ്റാച്ച് ആവും. പഠിക്കുന്ന സമയത്ത് നീനയ്ക്ക് അവളുടെ ഒരു പ്രൊഫസറുമായിട്ട് ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു. അതിലുണ്ടായ കുഞ്ഞാണ് സി. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ പ്രൊഫസറിന്റെ സ്വഭാവം മാറി. കുഞ്ഞിനെയും ഇവളെയും സ്വീകരിക്കാൻ പറ്റില്ലെന്നായി. അതോടെ പഠനം ഒരു വഴിക്കായി. ഒരു വലിയ ലോ ഫേമിൽ ചെറിയൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ. അങ്ങനെ പോകവെയാണ് അവിടെ വെച്ച് പുള്ളിക്കാരി നമ്മുടെ ആൻഡ്രൂവിനെ പരിചയപ്പെടുന്നത്. ആദ്യ കാഴ്ചയിലെ ഇവളോട് താല്പര്യം തോന്നിയ ആൻഡ്രൂ നൈസായിട്ട് ഇവളെ കറക്കിയെടുത്തു എന്ന് തന്നെ പറയാം. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. അണ്ടിൽ ആൻഡ്രൂ നമ്മുടെ നീനയുടെ ഹെയർ റൂട്ട്സിൽ പ്രശ്നമുണ്ട്, അത് ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത് വരെ. സലൂണിൽ പോയി ഇത് ക്ലിയർ ചെയ്തോളാന്ന് പുള്ളിക്കാരി പറഞ്ഞ്
പറഞ്ഞെങ്കിലും അടുത്ത ദിവസം പുള്ളിക്കാരി വന്നപ്പോൾ സലൂണിൽ പോകാൻ സമയം കിട്ടിയില്ല, പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്നുള്ള മട്ടായി. സംഭവം അവൾ മറന്നുപോയതാണ്. മനുഷ്യനല്ലേ, മറവി സ്വാഭാവികമാണ്. നമ്മളൊക്കെ തന്നെ എന്തോരം കാര്യങ്ങൾ മറന്നു പോകുന്നു. വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നിട്ട് അത് എടുക്കാതെ 1.5 മാസം കഴിഞ്ഞ് പെറ്റി കിട്ടിയപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഇത് അത്ര പോലും ഇല്ലല്ലോ, തൊട്ടടുത്ത ദിവസം സലൂണിൽ പോയി ക്ലിയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ ഇതൊന്നും സഹിക്കാൻ തയ്യാറല്ലാത്ത, ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൻഡ്രൂ എന്ത് ചെയ്തെന്നോ, നീനെ മുകളിലത്തെ റൂമിൽ തന്ത്രപരമായി എത്തിച്ചിട്ട് അതിനകത്ത് അവളെ പൂട്ടിയിട്ടു. ആൻഡ്രൂ, നീ എന്തീ കാണിക്കുന്നേ? ഡോർ തുറക്ക്. നീന, നിന്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ അത് നിന്റെ പ്രിവിലേജ് ആണ്, അത് നീ ടേക്ക് കെയർ ചെയ്യണ്ടേ? എന്റെ ഭാര്യ ഈ കോലത്തിൽ പുറത്തു പോയാൽ അത് എനിക്ക് എത്രമാത്രം എംബാരസിംഗ് ആണെന്നറിയോ നിനക്ക്? ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അച്ചടക്കം ഉണ്ടാവണ്ടേ നിനക്ക്? ഇതെല്ലാം കേട്ടിട്ട് നീനെ ആവട്ടെ, ആൻഡ്രൂ എനിക്ക് മനസ്സിലായി, ഞാൻ നാളെ തന്നെ അത് ഫിക്സ് ചെയ്തോളാം, നീ ഇപ്പോൾ ഒന്ന് വാതിൽ തുറക്ക്. ഓ, ഞാൻ ഉടനെ തന്നെ വാതിൽ തുറക്കാം, പക്ഷേ നീ ഇപ്പം ചെയ്തതിന്റെ കോൺസിക്വൻസസ് നീ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഇതേ ഞാൻ വാതിലിനടിയിലൂടെ ഒരു എൻവലപ്പ് അങ്ങോട്ട് ഇട്ട് തരുന്നുണ്ട്. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിന്റെ ഉച്ചിയിൽ നിന്ന് മുടി പറിക്കണം, വിത്ത് റൂട്ട്സ് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ 100 മുടി പറിച്ച് ആ എൻവലപ്പിൽ വെച്ച് ഡോറിനടിയിലൂടെ എനിക്ക് ഇട്ട് തരണം. എപ്പോൾ നീ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഞാൻ ഡോർ തുറക്കുള്ളൂ. ഏതാ അവൻ്റെ സൈക്കോ തരും. പ്രിവിലേജും ഡിസിപ്ലിനും ഒക്കെ നോക്കി ഇങ്ങനെയൊക്കെ പെരുമാറുന്ന സൈക്കോയെ. ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല, എന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ ആദ്യ കാഴ്ചയിൽ ആൻഡ്രൂ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് എന്നൊക്കെ തോന്നും. പുള്ളിക്കാരൻ നല്ല ലുക്കാണ്, കിടിലൻ ചിരിയാണ്, ആവശ്യത്തിന് പണമുണ്ട്, ആവശ്യത്തിലേറെ പണമുണ്ട്, ഭയങ്കര കെയറിംഗ് ആണ്. ഈവൻ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും പുള്ളിക്കാരൻ അത് സീരിയസ് ആയിട്ട് എടുക്കാതെ അതെല്ലാം ക്ഷമിച്ച് നമ്മളെ സമാധാനിപ്പിച്ചോളും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇമാതിരി ഒരു പ്രിവിലേജ് പറയുന്ന സൈക്കോത്തരം ഇവൻ്റെ ഉള്ളിലുണ്ടെന്ന് ഇപ്പോഴാണ് ഇവൾ മനസ്സിലാക്കുന്നത്. എല്ലാത്തിലും പെർഫെക്റ്റ് ആണ് എന്ന് തോന്നിച്ച് ഇവൻ്റെ ഇംപെർഫെക്ഷൻ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് ആ മുറിയിൽ വിട്ടുപോയ നീനയ്ക്ക് ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ. ആകെയും പുകയും 2-3 കുപ്പി വെള്ളം മാത്രം ഉണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോകാൻ പോലും തുറന്നു വിടത്തില്ല. ആകെ ഒരു ബക്കറ്റ് ഉണ്ട്, അതിനകത്ത് വേണം കാര്യം സാധിക്കാൻ. ഇത്രയും ക്രൂരനായ വ്യക്തിയാണ് ആൻഡ്രൂ എന്ന് മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു അത്. ഇവൾ എവിടെ കിടന്ന് ചത്താലും അവൻ പറഞ്ഞത് കേൾക്കാത്ത പക്ഷം റൂം തുറക്കത്തില്ല എന്ന് മനസ്സിലാക്കി അവൻ പറഞ്ഞ പോലെ 100 മുടി പറിക്കാൻ ഇവൾ നിർബന്ധിതയായി. ഉച്ചിയിൽ നിന്ന് ഓരോ മുടി എണ്ണി പറിച്ചു. അത്രയും വേദന സഹിച്ച് മുടി പറിച്ച് എൻവലപ്പിൽ വെച്ച് കൊടുത്തപ്പോഴോ പ്ലക്ക് ചെയ്തെടുത്ത മുടികളിൽ 99 എണ്ണത്തിന് മാത്രമേ റൂട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഒരെണ്ണം മിസ്സായിന്ന്. വൺസ് അഗെയിൻ കൃത്യമായി 100 മുടി നോക്കി ശ്രദ്ധിച്ച് പറിച്ചു കൊടുക്കാൻ പറഞ്ഞു. വേറെ നിവൃത്തിയില്ലല്ലോ. ഇവളും പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. ഒടുക്കം അവൻ റൂം തുറന്നു കൊടുത്ത് ഇവൾക്ക് കുടിക്കാൻ വെള്ളവും കൊടുത്തു. ആകെ ദാഹിച്ചിരുന്ന അവൾ വെള്ളം കുടിച്ചിട്ട് തന്റെ മകളെ കാണാൻ ഓടി താഴെ ചെന്ന് കൊച്ചിന്റെ അടുത്തെത്തിയപ്പോഴേക്കും ബോധം കെട്ട് താഴെ വീണുപോയി. കാരണം ആ കൊടുത്ത വെള്ളം തന്നെ അതിൽ മെഡ് കലക്കിയിരുന്നു. പിന്നീട് കുറേ സമയത്തിന് ശേഷം എഴുന്നേറ്റ് വരുമ്പോൾ ബാത്ത് ടബിൽ പൈപ്പ് ഓണായി കിടക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എന്താണെന്ന് ചെന്ന് നോക്കിയപ്പോൾ ഇവളുടെ മകൾ അതിനകത്താണ്. നീന കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് അവിടെ എത്തി. അവരുടെ കാഴ്ചയിൽ നീന കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ ആയിപ്പോയി. ആൻഡ്രൂവിന്റെ ഇൻഫ്ലുവൻസിൽ സംഭവങ്ങളെല്ലാം അങ്ങനെയാണ്. ഇവൾ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുമായിരുന്നു എന്ന് അവരും വിശ്വസിച്ചു. അങ്ങനെ അവൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, മെന്റൽ ഹോസ്പിറ്റലിലാക്കി. ഒരു ചെറിയ തെറ്റ് കാരണം സലൂണിൽ പോകാൻ മറന്നുപോയി എന്നുള്ള കാരണത്താൽ ആൻഡ്രൂ അവരുടെ ലൈഫ് മാറ്റിമറിച്ചത് കണ്ടില്ലേ? എല്ലാവരുടെയും മുന്നിൽ ഇവളായി പ്രശ്നക്കാരി. ആൻഡ്രൂ പെർഫെക്റ്റ് ജെന്റിൽമാനും. അവന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി താൻ ചെയ്യാത്ത കാര്യങ്ങൾ പോലും അവൾക്ക് അവിടെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. ചുറ്റുമുള്ള എല്ലാവരുടെയും മുന്നിൽ ആൻഡ്രൂ ഭയങ്കര അടിപൊളി പേഴ്സണായി. ഈവൻ ഇവളുടെ മകൾ സിസിയോട് പോലും പുള്ളിക്കാരൻ അത്രയും കണക്റ്റഡായി. അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അച്ഛൻ ഓക്കെയാണ്, വളർത്തച്ഛൻ ഓക്കെയാണെന്ന് കൊച്ചു പോലും പറയും. ഒരു തരത്തിലും അവനെ എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിരുന്നു. ഇനിയിപ്പോൾ ഇവളുടെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഇവൾക്ക് ഇവളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാനസിക പ്രശ്നമുള്ള അമ്മയുടെ കൂടെ കുഞ്ഞിനെ വിടില്ല. ആരും തന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവില്ല. ആൻഡ്രൂവിനും നീനയ്ക്കും ഒരു കുഞ്ഞ് വേണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. എന്നാൽ അവന്റെ കുഞ്ഞിനെ ചുമക്കാൻ ഇവൾ തയ്യാറല്ല. അതുകൊണ്ട് പുള്ളിക്കാരി ദൂരെ ഒരു ഡോക്ടറെ പോയി കണ്ട് IUD ചെയ്തിരുന്നു. കുറേയേറെ അവൻ ശ്രമിച്ചിട്ടും ഇവൾക്ക് കുഞ്ഞുണ്ടാവുന്നില്ല. പിന്നെ ഇവള് തന്നെ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞു വരുത്തി അവൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്നൊക്കെ ആക്കി മാറ്റിയത്. പിന്നെയും ലൈഫ് അത്ര ഈസി ആയിരുന്നില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും ആൻഡ്രൂ ഇവളെ ശിക്ഷിക്കാൻ തുടങ്ങി. മുകളിൽ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നതൊക്കെ സ്ഥിരമായി. എപ്പോഴെങ്കിലും ഇവൾ അവനെതിരെ സംസാരിച്ചു തുടങ്ങിയാൽ, അവനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതുപോലും ഒരു റീസൺ ആക്കി പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ട് ചെയ്ത് കളയും. അങ്ങനെ ആകെ മൊത്തത്തിൽ നീന ഒറ്റപ്പെട്ട ആ സമയത്ത് ഇവരുടെ ഗ്രൗണ്ട് കീപ്പർ ആയിട്ടുള്ള എൻസോ മാത്രമാണ് അവളെ വിശ്വസിച്ചത്. ഇവൾ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് ഇവൾക്കും ഇവളുടെ കുഞ്ഞ് സിസിക്കും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഫേക്ക് പാസ്പോർട്ടൊക്കെ ഒപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ആൻഡ്രൂ അത് കണ്ടുപിടിച്ചു. അവൻ നല്ല രീതിയിൽ പണി കൊടുത്തു. വീണ്ടും ഹോസ്പിറ്റലിൽ കുറേ നാൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് വീണ്ടും മുന്നോട്ട് പോകെ ആൻഡ്രൂവിന്റെ വീക്ക്നെസ് ഇവൾ കണ്ടുപിടിച്ചു. മറ്റൊരാളിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടാൻ അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവൻ അതിൽ വീണു പോകും. അവരോട് അവന് താല്പര്യം തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേ തുടർന്നാണ് മറ്റൊരാളെ ആൻഡ്രൂവിന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാമെന്ന് ഇവൾ തീരുമാനിക്കുന്നത്. അവന് പറ്റിയ, അവൻ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് വീട്ടിൽ വേലക്കാരിയാക്കി നിർത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തിരക്കി വന്നപ്പോൾ മില്ലിയെ കിട്ടി. ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ അവൾ പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് മനസ്സിലായി. മില്ലിക്ക് ജോലി കൊടുത്തു. ആൻഡ്രൂവുമായിട്ട് അടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇവളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് അഭിനയിച്ച് തകർത്ത് അവർ തമ്മിൽ കൂടുതൽ ക്ലോസ് ആവാനും ഇവൾക്ക് പകരം, ഈ പ്രഗ്നന്റ് പോലും ആകാൻ പറ്റാത്ത ഇവൾക്ക് പകരം മില്ലിയെ അവൻ ചൂസ് ചെയ്യാനുമുള്ള സിറ്റുവേഷൻസ് ഒരുക്കി. ഈ കാര്യങ്ങളൊക്കെ എൻസോയ്ക്ക് അറിയാമായിരുന്നു. ഇവൾക്ക് പകരം മറ്റൊരു പെണ്ണിനെ ഇങ്ങനെ ഒരു ട്രാപ്പിൽ കൊടുക്കുന്നത് അവനൊട്ടും താല്പര്യമില്ലാത്തൊരു വകുപ്പായിരുന്നു. കാരണം എൻസോയുടെ സ്വന്തം സഹോദരിക്കും ആൻഡ്രൂവിനെ പോലെ ഒരു മനുഷ്യന്റെ അടുത്ത് പെട്ടുപോയി കുറേ അനുഭവിക്കേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് പലതവണ എൻസോ നമ്മുടെ മില്ലിയെ വാൺ ചെയ്യാൻ ശ്രമിച്ചത്. ബട്ട്
ബട്ട് അപ്പോഴൊക്കെ നീന ഇടയ്ക്ക് കയറി അത് തടസ്സപ്പെടുത്തും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് സത്യാവസ്ഥ എന്ന് നമ്മുടെ CC അറിയിക്കാൻ വേണ്ടി നീന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുകയും ചെയ്തിരുന്നു. കട്ട് ചെയ്താൽ വീണ്ടും പ്രസന്റിൽ ഇപ്പം നമ്മുടെ മില്ലിയെ ദൈവം ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവളെ ഇങ്ങനെ പൂട്ടിയിട്ടതിന്റെ റീസൺ അറിയാലോ, ഇവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് മദേഴ്സ് ഡേനെ പൊട്ടി. അതെല്ലാം എടുത്ത് കവറിലിട്ടപ്പോൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തു പോലുമില്ല. ഇങ്ങനൊരു തെറ്റവൾക്ക് പറ്റിയതുകൊണ്ട് പൊട്ടിയ പാത്രത്തിന്റെ പീസ് ഡോറിനടിയിലൂടെ ഇട്ട് കൊടുത്തിട്ട് പാത്രം എത്ര തവണ പൊട്ടിയോ അത്രയും തവണ ഇവളുടെ വയറിൽ മുറിവുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. കൃത്യമായി ചെയ്തിരിക്കണം. നമ്പേഴ്സിലോ മുറിവിന്റെ ആഴത്തിലോ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ ചെയ്യേണ്ടി വരും. അനുസരിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഇവൻ പറയുന്നത് ചെയ്യാൻ അവൾ നിർബന്ധിതയായി. ഇത്രയും നാൾ താൻ കണ്ട ആൻഡ്രൂ അല്ല ഇത്. താനിപ്പോൾ വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുവാണ്. എല്ലാം നീനയുടെ പ്ലാൻ ആയിരുന്നു എന്നും ഇവള് മനസ്സിലാക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മില്ലി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം ആൻഡ്രൂവിനെ പോലെ ഒരു ചെറുക്കൻ കാരണമാണ് അവൾക്ക് ജയിലിലാവേണ്ടി വന്നത്. അന്ന് മില്ലിയുടെ റൂംമേറ്റും ആ പയ്യനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ചെറുക്കൻ ഭയങ്കര അടിപൊളിയാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, കാണാൻ നല്ല അടിപൊളി ലുക്കൊക്കെ ഉള്ളൊരു പയ്യൻ. ആൻഡ്രൂവിനെ പോലെ ഒരുത്തൻ. അവൻ ഒരിക്കൽ ഇവളുടെ റൂംമേറ്റിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഇവളും പുറകെ ചെന്ന് നോക്കിയപ്പോൾ ചെക്കൻ കൊച്ചിനെ ഫോഴ്സ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇമ്മീഡിയറ്റ്ലി മില്ലി റിയാക്ട് ചെയ്തു. കൈ കിട്ടിയ സാധനം എടുത്ത് തന്റെ സുഹൃത്തിനെ, തന്റെ റൂംമേറ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെറുക്കന്റെ തലയ്ക്ക് അടിച്ചടിച്ച് അവനെ അങ്ങ് കൊന്നുകളഞ്ഞു. ഫ്രണ്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുണ്ടെങ്കിലും ആ ഫ്രണ്ട് തന്നെ കാലുവാരി. ഇങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. അന്ന് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ചെക്കൻ അവളെ ഫോഴ്സ് ചെയ്തതും അങ്ങനെയൊക്കെ ചെയ്തതൊന്നും അവൾ തുറന്നു പറഞ്ഞില്ല. അതോടെ നമ്മുടെ മില്ലിയായി കുറ്റക്കാരി. മേ ബി ഇവളുടെ റൂംമേറ്റിന്റെ പേടി കാരണമാവാം ഇങ്ങനെയൊക്കെ തനിക്ക് സംഭവിച്ചു എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താവും? അതല്ലെങ്കിൽ അവളുടെ വല്ല വൈൽഡ് ഫാന്റസിയും ആവാം. ചിലരുണ്ടല്ലോ ഇത്തരത്തിൽ ഫോഴ്സ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നവർ. അവിടെ റീസൺ എന്തോ ആയിക്കോട്ടെ, പണി കിട്ടിയത് നമ്മുടെ മില്ലിക്കാണ്. 15 വർഷം ജയിൽ ശിക്ഷ, 10 വർഷം കഴിഞ്ഞ് പരോളിനിറങ്ങാം. പരോൾ കാലാവധിയിൽ വലിയ പ്രശ്നത്തിനൊന്നും പോകാതെ പരോൾ കണ്ടീഷൻ അനുസരിച്ച് നല്ല രീതിയിൽ ജീവിച്ചാൽ ശിക്ഷയിൽ 5 വർഷമെങ്കിലും കുറവ് കിട്ടും. അതിനുവേണ്ടി ഈ കഴിഞ്ഞ നാളുകളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നപ്പോൾ ദേവടുക്കും ഒരു സൈക്കോയുടെ മുന്നിൽ പെട്ടുപോയി. ഇതിലും നല്ലത് ബാക്കി 5 കൊല്ലം കൂടെ ജയിലിൽ കിടക്കുന്നതായിരുന്നു. ഇവളെ പൂട്ടിയിട്ടിരിക്കുന്ന ഈ ചെറിയ മുറിക്കുള്ളിൽ ആകെയും പോകുകയും 3 കുപ്പി വെള്ളമുണ്ട്. അത് കൂടാതെ ചെറിയൊരു കത്തിയും കൂടെ അവിടെ ഉണ്ട്. ഇതിവിടെ വെച്ചത് മറ്റാരുമല്ല, നമ്മുടെ നീനയാണ്. എല്ലാം പ്ലാൻ ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ ചെറിയൊരു ടൂളും കൂടെ അതിനിടെ വെച്ചിരുന്നു. മേ ബി നമ്മുടെ ഹീറോയിന് രക്ഷപ്പെടാൻ ഇതൊരു കാരണമായാലോ? മില്ലിക്കാവട്ടെ ഇപ്പോൾ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ്രൂ പറഞ്ഞ പോലെ അനുസരിക്കുക, ഇവളുടെ വയറിൽ മുറിവുണ്ടാക്കുക. മദേഴ്സ് ചൈന പൊട്ടി 21 പീസാണ് ആയത്. 21 തവണ ഇവളുടെ വയറിൽ മുറിവുണ്ടാക്കണം. നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവളത് ചെയ്തു. അത്രയും വേദന സഹിച്ച് വയറിൽ മുറിവുണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ആൻഡ്രൂ മുറിയിൽ വന്ന് ഇവളുടെ വയറിലെ മുറിവൊക്കെ ചെക്ക് ചെയ്ത്, മോളെ ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തിനാ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. നീ നല്ല കുട്ടിയായിട്ട് ഡിസിപ്ലിനുള്ള കുട്ടിയായിട്ട് ഇങ്ങനെ ജീവിക്കണ്ടേ? ചില ടോക്സിക് ഏട്ടായിമാരെ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് വശത്താക്കാനായിരുന്നു ഉദ്ദേശം. നമ്മുടെ കൊച്ചിൻ്റെ കത്തി ഉണ്ടായിരുന്നു. കഴുത്തിനൊരു കുത്തു കൊടുത്ത് അവൻ്റെ ഫോണും എടുത്ത് നല്ല ചവിട്ടും കൊടുത്ത് പുള്ളിക്കാരി പുറത്തിറങ്ങി വാതിലങ്ങ് ലോക്ക് ചെയ്തു. പെട്ടു. സൈക്കോ തന്നെ അതിനകത്ത് പെട്ടുപോയി. ഇത്രയും നേരം ഇവളെ അനുഭവിപ്പിച്ചതല്ലേ, ഇനി അവൻ അനുഭവിക്കട്ടെ. ഞാൻ പോയൊരു സാൻഡ്വിച്ച് തിന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇറങ്ങി വന്ന് ഫുഡ് കഴിക്കുന്നു. ഇന്നേരം ആൻഡ്രൂവിൻ്റെ അമ്മ അവന് മെസ്സേജ് അയക്കുന്നു. ഡിവോഴ്സ് പേപ്പേഴ്സ് ഒക്കെ കൊടുത്തു എൻ്റെ ബ്യൂട്ടിഫുൾ ബോയിന്ന്. ഓ, ഇവൻ അമ്മച്ചിയുടെ ബ്യൂട്ടിഫുൾ ബോയ് ആണല്ലേ. ബ്യൂട്ടിഫുൾ ബോയെ ഞാൻ അഗ്ലിയാക്കി കാണിച്ചു തരാമെന്ന മട്ടിൽ അവർ കൊണ്ടുവന്നിരുന്ന പോർസലൈൻ പാത്രങ്ങളെല്ലാം കൂടി ഒരു കട്ടിംഗ് പ്ലെയറും എടുത്തുകൊണ്ട് നേരെ മുകളിൽ കയറി ചെന്ന് റൂമിനകത്തേക്ക് കട്ടിംഗ് പ്ലെയർ മാത്രം ഇട്ട് കൊടുത്തിട്ട് ആൻഡ്രൂവിനോട് അവൻ്റെ മുൻവശത്തെ പല്ല് പറിച്ചെടുക്കാൻ പറയാണ്. അനുസരിച്ചില്ലെങ്കിൽ അമ്മച്ചിയുടെ പോർസലൈൻ പാത്രങ്ങൾ മദേഴ്സ് ചൈന മുഴുവൻ വീണ് പൊട്ടും. ആദ്യം അവൻ കേൾക്കാൻ തയ്യാറായില്ല. അവൻ കുറച്ചൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും നമ്മുടെ ഹീറോയിൻ അതിലൊന്നും വീഴാതെ പാത്രങ്ങൾ പൊട്ടിക്കുന്നു. 1 പൊട്ടി, 2 പൊട്ടി, തുടർച്ചയായിട്ട് പാത്രങ്ങൾ പൊട്ടുന്നു. ഇതവന് സഹിക്കാനേ പറ്റുന്നില്ല. ഇതവന്റെ പ്രിവിലേജിൽ തൊട്ടല്ലേ കളിക്കുന്നത്. പാത്രം പൊട്ടിച്ചത് പോരാഞ്ഞിട്ട് അവിടെ തീ കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ മില്ലി ആവശ്യപ്പെട്ട പോലെ ആൻഡ്രൂവിന് അവന്റെ പല്ല് പറിക്കേണ്ടി വരുന്നു. ആ പല്ല് ഡോറിനടിയിൽ കൂടി ഇങ്ങിട്ട് തന്നെ. അത്രയും വേദന സഹിച്ച് പല്ലും പറിച്ചിട്ട് പുള്ളിക്കാരൻ അത് ഇട്ട് കൊടുത്തു. അപ്പൊ പറഞ്ഞാൽ കേൾക്കാനൊക്കെ അറിയാം. പ്ലീസ് മില്ലി, നീ പറഞ്ഞോ, ഞാൻ കേട്ടില്ലേ, ഇനിയെങ്കിലും ഈ ഡോറും തുറക്ക്. ആൻഡ്രൂ, ഞാൻ രാവിലെ വരാട്ടോ എന്ന് പറഞ്ഞ് കൂളായിട്ട് പുള്ളിക്കാരി ഇറങ്ങി പോന്നു. അന്ന് രാത്രി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ നമ്മുടെ നീന വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇവളുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ മില്ലിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആൻഡ്രൂവിന്റെ കെണിയിൽ പെട്ട് മില്ലി ഇപ്പോൾ ഒരു പരുവമായിട്ടുണ്ടാവും. താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓൾറെഡി മില്ലി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം അറിയാതെ മുകളിലത്തെ റൂമിൽ ഇപ്പോൾ ട്രാപ്പായി കിടക്കുന്ന മില്ലി ആയിരിക്കും എന്ന് കരുതി അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നേരെ അങ്ങോട്ട് കയറി ചെന്ന് വാതിൽ തുറക്കുവാണ്. ശബ്ദം കേട്ട് മില്ലി പുറകെ കയറി ചെന്നെങ്കിലും അതിനോടകം ആൻഡ്രൂ പുറത്തിറങ്ങിയിരുന്നു. നീനയും അടിച്ചിട്ടു. മില്ലിയെ പിടിച്ച് അവളെയും അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വിധത്തിൽ അവൾ ഇവനെ തല്ലി ഓടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മില്ലി രക്ഷപ്പെട്ടു. എന്നാൽ നീന ഇപ്പോഴും വീടിനകത്തുണ്ടല്ലോ. ആൻഡ്രൂ അവളുടെ അടുത്ത് ചെന്ന്, എനിക്കറിയാം നീന മോളെ, ഞാൻ നിന്നോട് ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക്. എൻ്റെ കാഴ്ചയിൽ നീ ഇപ്പോഴും ആ കുഞ്ഞു കുട്ടി തന്നെയാ. അന്ന് ആ ഓഫീസിൽ കണ്ട ആ പൊട്ടിക്കുട്ടി. സംഭവിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ഷുട്ടുമണി അങ്ങ് ക്ഷമിക്ക്. നമുക്കെല്ലാം ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്താലോ? വാവ്, ഏട്ടായുടെ ഡയലോഗടിയൊക്കെ കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. ഇനിയും ഇവിടെ ഏട്ടായുടെ ഷഡ്ഡി കഴുകി ജീവിക്കാനാണോ പ്ലാൻ? വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചു വന്ന് ഇനി ഇമ്മാതിരി ഏട്ടായുടെ പ്ലാൻ ഇങ്ങോട്ട് ഇറക്കണ്ട, ഏക്കൂല എന്ന് പറഞ്ഞു വെച്ചു. നീനെ തള്ളി താഴെയിട്ട് കൊല്ലാനായിട്ട് അവളുടെ നേരെ പാഞ്ഞെടുത്തു. അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പുറകിലൂടെ കയറി വന്ന് നമ്മുടെ മില്ലി ഇവനെ അടിച്ചങ്ങ് താഴെയിട്ടു. കഥം കഴിഞ്ഞു. ഇമ്മാതിരി ദാരിദ്ര്യം പിടിച്ചൊരു സൈക്കോയുടെ അവസാനമാണിത്. അവൻ്റെ ഒരു പ്രിവിലേജും ഡിസിപ്ലിനും തേങ്ങ മാങ്ങ ഒടുക്കം കിട്ടിയല്ലോ. നീനെ ആവട്ടെ അവിടെ ഉള്ളൊരു ബൾബ് ഊരി താഴേക്ക് ഇട്ടു. ഇവൻ ആ ബൾബ് ചേഞ്ച് ചെയ്യാൻ കയറിയ സമയത്ത് കാല് തെറ്റി താഴെ വീണ് മരിച്ചു പോയതാണ്.
നടത്തിയതാണ് എന്ന് പറയാനാണ് ഉദ്ദേശം. പ്ലാൻ തീരെ പോരാ. ബൾബ് മാറ്റാൻ പോയവൻ കാല് തെറ്റി താഴെ വീണ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇവന്റെ കഴുത്തിൽ എങ്ങനെ ഈ മുറിവ് വന്നു, കത്തി കുത്തി ഇറങ്ങിയത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വരത്തില്ലേ? ഇവർക്ക് ഇതിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മില്ലിയാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കൊലപാതകത്തിന് അവൾ പിന്നെയും കുറേ നാൾ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മില്ലിയോട് ഇവിടുന്ന് പൊക്കോളം പറയാണ് നീന. മില്ലിയും ആൻഡ്രൂവിന്റെ പല്ല് ശരീരത്തിനടുത്ത് അങ്ങനെ വെച്ചിട്ട് അവിടുന്ന് മാറിപ്പോയി. ദെൻ നീന എൻസോയെ വിളിച്ച് കാര്യം പറഞ്ഞു. പോലീസ് എത്തി. വിശദമായി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവളോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇവൾ എങ്ങനെയൊക്കെ കള്ളം പറയാൻ ശ്രമിച്ചാലും ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നീനയുടെ ഭാഗ്യത്തിന് ഇവളെ ചോദ്യം ചെയ്യാൻ വന്ന പോലീസുകാരിക്കും ആൻഡ്രൂവിനും ഒരു പാസ്റ്റ് ഉണ്ട്. ഈ ഓഫീസറിന്റെ സഹോദരി കാത്തലീൻ ആൻഡ്രൂവുമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ആ റിലേഷനിൽ കാത്തലീൻ ഒത്തിരി അനുഭവിച്ചു. ആൻഡ്രൂ അന്ന് അവളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഓഫീസർക്ക് നന്നായിട്ട് അറിയാം. അന്ന് ഈ ഓഫീസർക്ക് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. തന്റെ സഹോദരിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം. ആൻഡ്രൂവിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. അവൻ ആരെ ഉപദ്രവിക്കുന്നു എല്ലാ കുറ്റവും അവരുടെ തലയിൽ ഇട്ടുകൊടുത്ത് അവൻ സേഫ് ആവാൻ എപ്പോഴും അവൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ജസ്റ്റ് ഒരു ആക്സിഡന്റ് അല്ല, കൊലപാതകം തന്നെയാണെന്ന് ഈ പുള്ളിക്കാരിക്ക് വ്യക്തമായി മനസ്സിലായെങ്കിലും ആൻഡ്രൂവിന്റെ സ്വഭാവത്തെ പറ്റി ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു അപകടമാണ് എന്ന തരത്തിൽ അവർ കേസ് കൺക്ലൂഡ് ചെയ്തു. ദെൻ അവന്റെ ഫ്യൂണറൽ ഫ്രണ്ട്സ് ഒക്കെ കരഞ്ഞ് അഭിനയിച്ച് മെഴുകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻസിനും പോലീസുകാരിക്കും ഒക്കെ സന്തോഷം, ഇങ്ങനെ ഒരുത്തൻ ചത്തല്ലോ. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷവും ആൻഡ്രൂവിന്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ആൻഡ്രൂവിന്റെ ശരീരം കണ്ടെത്തിയപ്പോൾ അവന്റെ പല്ല് പൊട്ടി വീണിരുന്നു. പല്ല് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയി കിടക്കുമായിരുന്നു. സ്വന്തം പല്ല് സംരക്ഷിക്കാൻ കഴിവില്ലാത്തവന് ആ ഒരു പദവി പോലും ഡിസേർവ് ചെയ്യുന്നില്ലെന്ന്. ഇപ്പൊ പോലും പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. ആൻഡ്രൂ ഇങ്ങനെ ആയി പോകാൻ കാരണം ആരാ? ഇവ തന്നെ ചെറുപ്പം മുതലേ അവനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വളർത്തി. നമ്മൾ ഭയങ്കര ബെറ്ററാണ്, മറ്റുള്ളവരെക്കാളും ഒരുപാട് പ്രിവിലേജ് ഉള്ളവരാണ്, ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം, അച്ചടക്കം ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ ഇങ്ങനെ വളർത്തി വലുതാക്കി കൊലയ്ക്ക് കൊടുത്തു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ കുറച്ചു കാലം കൂടെ നമ്മുടെ CC ആൻഡ്രൂവിന്റെ കൂടെ നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ കൊച്ചും അങ്ങനെ ആയി പോയേനെ. ഏതായാലും ഇനിയിപ്പോൾ അവന്റെ സ്വത്തിനൊക്കെ അവകാശി നമ്മുടെ നീനയാണ്. ഇനിയിപ്പോൾ അവൻ ഇല്ലെങ്കിലും വീടൊന്നും വിൽക്കുന്നില്ല, ഇവിടെ തന്നെ മുന്നോട്ട് ജീവിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. ആൻഡ് നമ്മുടെ മില്ലിക്ക് $1,00,000 ചെക്കും കൊടുത്തു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇത്രയും പൈസ കിട്ടിയിട്ടും വീണ്ടും ഒരു വീട്ടിൽ ജോലിക്ക് ചെന്നിരിക്കുന്ന മില്ലിയെയാണ്. നീനയാണ് ഇവളെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. ഇത്രയും പൈസ കിട്ടിയിട്ടും ഇവളെ എന്തിന് ഇങ്ങനൊരു പണിക്ക് വരണം? അതിന് കാരണം ഈ പുള്ളിക്കാരുടെ കയ്യിൽ പാട് കണ്ടില്ലേ? ഇവരുടെ ഹസ്ബൻഡ് ഒരു ഹാർഡ് മാൻ ആണെന്നും പുള്ളിക്കാരി പറയുന്നുണ്ട്. അതായത് ആൻഡ്രൂവിനെ പോലെ അച്ചടക്കമുള്ളൊരുത്തിന് ഇവിടെ ഉണ്ട്. അവൻ്റെ അച്ചടക്കം അങ്ങ് മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹീറോയിൻ ഇവിടെ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. ഇതൊരു തൊഴിലായിട്ടെടുത്ത് നാട്ടിലുള്ള ഇമാതിരി അവന്മാരെ തീർക്കാനുള്ള കൊട്ടേഷൻ എടുത്ത പോലെ. അതായത് മില്ലിയുടെ വീരസാഹസങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും തുടരും എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. നല്ല സിനിമയല്ലേ? ഇതുപോലെയുള്ള കഥകൾ ഇതിനു മുമ്പും കേട്ടിട്ടുള്ളതുകൊണ്ട് പുതുമയുള്ള കഥയാണെന്നൊന്നും പറയുന്നില്ല. ട്വിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ വർക്കായി. എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും ഇങ്ങനെയുള്ള രസകരമായ കഥകൾ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫിലിം ഫ്ലെക്സ് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ആമസോൺ മ്യൂസിക്, സ്പോട്ടിഫൈ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിനിമയെ പറ്റിയും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്തറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം. ടേക്ക് കെയർ.